നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് സ്വതന്ത്രനെ പരീക്ഷിക്കാൻ ഒരുങ്ങിയ LDF മുൻ കോൺഗ്രസ് നേതാവ് ഷാനവാസ് പാദൂർ LDF സ്ഥാനാർത്ഥിയായേക്കും. സ്ഥാനാർത്ഥിയാവാൻ CPIM നേതൃത്വം ആവശ്യപ്പെട്ടെന്ന് ഷാനവാസ് പാദൂർ 24നോട് പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനം വോട്ടായി മാറുമെന്ന് ഷാനവാസ് പാദൂർ അവകാശപ്പെടുകയാണ്. 24 എക്സ്ക്ലൂസീവ്. മത്സരിക്കും എന്നല്ല, മത്സരിച്ചേക്കും എന്നുള്ള വാർത്തയാണ് ഞാൻ കണ്ടത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് CPMന്റെ നേതാക്കൾ ഇത്തവണ അസംബ്ലിയിൽ മത്സരിക്കണം, അത് കാസർഗോഡ് മത്സരിച്ചൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അത് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ ഇത് LDF എത്തിയിട്ടില്ല, ഞാനും എത്തിയിട്ടില്ല. അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഒന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അരുൺ പാറക്കൽ ചെയ്യുന്നു. അരുണ, ഈ ഷാനവാസ് പാദൂർ നേരത്തെ തന്നെ LDFലേക്ക് എത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ഒക്കെ ചെയ്ത ആളല്ലേ? LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഷാനവാസ് പാദൂരിനെ ഇറക്കി മഞ്ചേശ്വരമോ കാസർഗോഡോ? അതെ, ഇടത് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് ചെങ്കളയിൽ നിന്നാണ് മത്സരിച്ചത്. ചെങ്കള എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു പ്രദേശമായിരുന്നു. അത് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ചെങ്കള ഡിവിഷനിൽ നിന്ന് വിജയിക്കുകയും പിന്നീട് ജില്ലാ പഞ്ചായത്ത് ഭരണം തന്നെ ഷാനവാസ് പാദൂർ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഷാനവാസിനെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായാണ് ആ കാലയളവിൽ 2020 മുതൽ 2025 വരെ LDF നിയോഗിക്കുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മഞ്ചേശ്വരമോ കാസർകോട്ടോ അദ്ദേഹത്തെ മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനകൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായ LDF നേതൃത്വം അത് ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മഞ്ചേശ്വരത്ത് മത്സരിക്കാനുള്ളൊരു സാധ്യത ഷാനവാസ് പാദൂർ തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് മഞ്ചേശ്വരം MLA മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. ആ വിവാദങ്ങൾ ഇത്തവണ ഷാനവാസ് പാദൂരിനെ ഇറക്കിക്കഴിഞ്ഞാൽ CPIMനെ LDFന് ഗുണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. SIRമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ കുറേയേറെ വോട്ടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. BJPയുടെയും കുറേയേറെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ മഞ്ചേശ്വരത്തെ വിഭാഗീയത അത് BJPക്ക് തിരിച്ചടിയാവുമെന്നും CPIM കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഷാനവാസ് പാദൂരിനെ കളത്തിലിറക്കാനുള്ള ഒരു നീക്കം. ഷാനവാസ് പാദൂർ ഈ മുസ്ലിം സമുദായത്തിനിടയിൽ സ്വാധീനമുള്ള ആളാണ്. ഒപ്പം ഈ വിമത വിഭാഗങ്ങൾ, രണ്ട് പാർട്ടി ലീഗിന്റെയും അതുപോലെ തന്നെ BJPയുടെയും വിമത വിഭാഗങ്ങൾ ഷാനവാസ് പാദൂരിനെ അംഗീകരിക്കുന്നുണ്ട്. ഈ ഷാനവാസ് പാദൂരിനെ കളത്തിലിറക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ LDFലേക്ക് വോട്ടായി മാറ്റാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് നിലവിൽ LDF നേതൃത്വമുള്ളത്. CPIM നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലവിൽ നടത്തിക്കഴിഞ്ഞു. കാസർഗോഡോ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തോ ഷാനവാസ് പാദൂരിനെ കളത്തിലിറക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിൽ ഷാനവാസ് പാദൂർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് മഞ്ചേശ്വരമാണ്. ഹാഷ്മി, പാദൂർ കുഞ്ഞാമഹാജി എന്ന് പറഞ്ഞ പഴയ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് ഭരണം LDFന് സമ്മാനിച്ച നേതാവാണ്. ചെറിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്വാധീനമുള്ള നേതാവാണ്. ആ നേതാവിനെ കളത്തിലിറക്കാൻ ഒരുങ്ങുന്നു മഞ്ചേശ്വരത്ത് LDF. അരുൺ പാറക്കലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.